ഈ ഒരു രീതിയിൽ എടാ നോക്കണേ. അപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ട് ഒരുപാട് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂഡർ വെച്ചിട്ട് ഇതിൽ ഒരു 4 ബൾബ് വെച്ചിട്ടുള്ള ഒരു ലൈറ്റ്. ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് എങ്ങനെ നമ്മൾ ഗ്യാസ് ബ്രൂഡർ വെച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് തോന്നും ടെക്കും വർക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചാനലിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഇത് ഇനി ഒരു പക്ഷേ ഹോട്ടലുകളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകളിലെല്ലാം നമുക്കിത് കനലില്ലാതെ അല്ലെങ്കിൽ പൊടി വാർന്ന ഒരു ശല്യമൊന്നും ഇല്ലാതെ ചിക്കൻ ചുട്ടെടുക്കാനുള്ള ഒരു മാർഗ്ഗമായി മാറിയേക്കാവുന്ന ഒരു പരീക്ഷണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം. നമ്മൾ ഷെഫ് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കോഴി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്കെല്ലാം അതിനാവശ്യമായ മസാല പിടിക്കേണ്ട ആവശ്യത്തിന് വരയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വരയിടുന്നതിലുള്ള നല്ല എക്സ്പേർട്ടാണ്, നല്ലൊരു കുക്ക് തന്നെയാണ്. അത്യാവശ്യം ഗൾഫിൽ നല്ല ബർഗറെല്ലാം ഉണ്ടാക്കുന്ന നല്ല അടിപൊളി കുക്കാണ്. അപ്പോൾ ഇദ്ദേഹം വരാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാനിങ്ങെല്ലാം ഇത്രയും വൈകിപ്പോയത്. പകൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വർക്ക് ശരിക്കൊന്ന് എന്താ പറയുക, നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ നേരത്തെ ഇൻട്രോ കൊടുത്ത ഒരു ഭാഗം അത് ഞാൻ ആ സമയത്ത് ഏകദേശം 5-5:30 ആയിട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പം ഏകദേശം സമയം 7:30 കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ആട് ഫാമിൻ്റെ ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓഫീസ് കാര്യങ്ങൾ അങ്ങനത്തെ അടുക്കളയൊക്കെ വരുന്നൊരു ഭാഗം. ഇത് ഇവിടെ തന്നെ 24 മണിക്കൂർ ആൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അവർക്ക് പാചകം ചെയ്യേണ്ട ആവശ്യത്തിനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ വെളുത്തുള്ളി, അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, അങ്ങനത്തെ ഇതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അരക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊക്കെ മുറിച്ചെടുത്ത് മിക്സിയിൽ ജാറിലിട്ടിട്ടുണ്ട്. മസാല പിടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ഈ കാണുന്ന നമ്മളെ മുതലാളി കേട്ടോ, അറിയാതെ എടുക്കുന്നതാണ്. മുതലാളിൻ്റെ മുഖം കാണിക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ അറിയാണ്ട് മെല്ലൊന്ന് എടുക്കുക നോക്കുന്നുണ്ട്. ഈ കാണുന്ന വെള്ളക്കുപ്പായിട്ട് ഈ ഒരു ഭാഗത്തുള്ളത് നമ്മളെ ബഷീർക്കാന്ന് പറയും, അടുത്തുള്ള ഫാമിലുള്ള ഒരാളാണ്. അദ്ദേഹം മുഖം കാണിക്കുന്നതിൽ ചമ്മൽ കൊണ്ടാന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്കും മുഖം കാണിക്കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ മെല്ലെ ക്യാമറ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ മുഹമ്മദ്ക്കാന്ന് പറയും. ഇവിടെ തീരെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അധികം അവരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച് കാണിക്കാത്തത്. അപ്പോൾ സെറ്റിങ്സ് എല്ലാം ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ മസാല ഏകദേശം പിടിച്ചിട്ടുണ്ടാവും. ഏകദേശം അരമണിക്കൂറിലധികം തന്നെ നമ്മൾ സെറ്റിങ്സിന് വേണ്ടിയിട്ട് പോയി. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ട് ആ സെറ്റിങ്ങെല്ലാം ക്ലിയറായി വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്തേക്ക് ഇതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ വേറെ രീതിയും കൂടി നമ്മൾ ഇത് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും തൊട് എന്താ ചങ്ങായി. അപ്പോൾ ഒരു ഭാഗം വന്ന് അത്യാവശ്യം എണ്ണയൊക്കെ ഉറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ക്യാമറ നല്ലോണം ഈ ഭാഗത്തേക്ക് കൂടി തിരിച്ച് ഇതാ ഒരാളെ കേട്ടോ ഓടുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ്ക്കും ബഷീർക്കെല്ലാം വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സമയം ഒരു 14-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗം വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം തിരിച്ചു വെച്ച് പിന്നെ മറ്റേ ഭാഗത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. രാത്രി ആയതുകൊണ്ട് ഒരുപാട് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂഡർ വെച്ചിട്ട് ഇതിൽ ഒരു 4 ബൾബ് വെച്ചിട്ടുള്ളൊരു ലൈറ്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ടൊരു ലൈറ്റ്, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് കാരണം പ്ലക്കർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വെക്കുന്നത്. അപ്പോൾ അടിപൊളിയായി വന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. ഈ മുകളിലത്തെ ഒന്നും വന്നിട്ടില്ല. ഇനി എന്താ പ്ലക്കർ കൊണ്ട് ചൂടാക്കാനാ? അപ്പോൾ ഇത് ഏകദേശം ഇറക്കാൻ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 30 മിനിറ്റിന് അടുപ്പിച്ചായി. ഒരു ഭാഗം 15 മിനിറ്റും മറ്റേ ഭാഗം 15 മിനിറ്റും ആക്കിയിട്ടാണ് ഏകദേശം ചെയ്തത്. ആയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അത് ഇറക്കാൻ വേണ്ടി പോയി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നെടുത്തോ. അതെടുത്തിട്ട് മുകളിൽ വെച്ചാൽ മതി. മറ്റേ സെറ്റിങ് വേറെ റെഡിയാക്ക്. അടുത്തതിന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ് കൂടെ റെഡിയാക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ ഒരു രീതിയിൽ എടാ നോക്കണേ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സമയം നോക്കിയിട്ടുണ്ട്. നേരത്തേതിനെക്കാട്ടും വേഗത്തിലാവോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഫ്ലെയിം ശരിക്കും കത്തിയിട്ടില്ല അല്ലേ? ശരിയായിരുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് നല്ല റിഫ്ലക്ഷനും കൂടി വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ശരിക്കും ഹീറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിടിയൊക്കെ പിടിക്കുമ്പോൾ ചൂട് വരാനുള്ള ചാൻസ് കുറവാന്ന് തോന്നുന്നു. പുറമേ അല്ല നിൽക്കുന്നത്, നേരത്തെ പോലെ അല്ലല്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചെസ്റ്റിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് അടുപ്പിച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചാൽ നല്ല പെട്ടെന്നാവും തോന്നുന്നു അല്ലേ. മെയിൻ ഷെഫ് കൊടുത്തോ, തിരിച്ചിട്ടൂടെ? നേരെ ടൈം വെച്ചിട്ട് തിരിച്ചിടുക, എന്നാൽ പിന്നെ ഒരേ ലെവലിൽ കിട്ടുമല്ലോ. നല്ല ഓയിലെല്ലാം ഇട്ടുന്നുണ്ടേ. സാമത് സാമ്പി ഏതുവാ വെച്ചിന് നേരത്തെ? നേരത്തെ വോയിസെല്ലാം ക്ലിയർ ഉണ്ടാവുമെന്നൊരു സംശയം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ഊരിപ്പോയി. അപ്പം നേരത്തെ സംസാരിച്ചത് കംപ്ലീറ്റ് മൈക്കില്ലാതെ തോന്നും. ഇതൊരു കുന്നായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ആടിന് മേയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാക്കി ആട് പുറമേ പോവാതെ ഇതിൻ്റെ അകത്ത് തന്നെ മേഞ്ഞ് നിന്നോളും. അപ്പോൾ ഇവനെ അയച്ചു കൊണ്ടുപോകുന്ന സമയം വരെ ഇതിൻ്റെ അകത്ത് തന്നെ മേയാനുള്ള സംവിധാനം, അതുപോലെ തന്നെ പുല്ല് മുറിക്കുന്ന മെഷീൻ, അങ്ങനെ ഈ ഒരു ഭാഗത്ത് 5000-ഓളം കോയിനിടാനുള്ളൊരു വലിയ ഫാം, നാടൻ കോയിൻ്റെ ഫാമുണ്ട് കുറച്ചപ്പുറത്ത്. നമ്മൾ കനലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ കുക്കിങ്ങൊക്കെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല. നേരത്തെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചരിച്ചു വെച്ചത് കൊണ്ട് ശരിക്കൊന്നും ചൂടായി വന്നിട്ടില്ല. ഇപ്പോൾ ശരിക്കും നല്ല ചൂടായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ചെറിയൊരു സമയം കൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കുന്നത് കാണാം. അപ്പോൾ കഴിക്കുന്നത് കംപ്ലീറ്റ് കാണിക്കുന്നില്ല, നിങ്ങളെ കൊതിപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഒന്ന് മറ്റേ ഗാർണിഷൊക്കെ ചെയ്തിട്ടാകുമ്പോൾ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളിത് എടുക്കാൻ വേണ്ടി പോയി. എടുക്കാൻ വേണ്ടി പോക്കല്ല, എടുത്തു കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യും മോനെ. സംഭവം സെറ്റാട്ടോ, അടിപൊളിയായിട്ടുണ്ട് തന്നെ തോന്നുന്നു. അടിപൊളി മണം വരുന്നുണ്ട്, സൂപ്പർ മണം. നമുക്കിനി ബാക്കിയുള്ളതിന് ടേബിളിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ സലാഡെല്ലാം നല്ല ഉള്ളിയെല്ലാം അരിയാൻ നല്ല എക്സ്പേർട്ടായ ആൾക്കാരായതുകൊണ്ട് നല്ല കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയില്ലേ കാണാൻ വേണ്ടി. വാ വാ വാ, എല്ലാരും നല്ല വിശപ്പുണ്ട്. വാ, കുറച്ച് മയോണൈസും നോക്കിയിട്ട് റെഡി. നമ്മൾ കഴിക്കുന്ന കാണിക്കുന്നില്ല. വീഡിയോ അവസാനിപ്പിക്കാൻ പുതിയ വിഷയമായി വീണ്ടും കാണാം. ബൈ.